അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ? നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ബബ്ബയുടെ ഗ്ലിംസ് വീഡിയോ പുറത്തിറങ്ങിയത്. ദിലീപിൻ്റെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ചായിരുന്നു ആ ഗ്ലിംസ് വീഡിയോ. ആ ഗ്ലിംസ് വീഡിയോ പുറത്തു വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്തൊരു പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദിലീപിന് ഈ സിനിമ വളരെയധികം നിർണായകമാണ്. ദിലീപിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു സിനിമയുണ്ടെങ്കിൽ അത് ബബ്ബയാണ്. കാരണം ഈ സിനിമയുടെ ഔട്ട്കം പോലെ ഇരിക്കും ദിലീപിൻ്റെ ബാക്കിയുള്ള യാത്രയും തുടർന്നുള്ള സിനിമകളും ഒക്കെ തന്നെ. കാരണം സാധാരണയായി ഒരു നടൻ്റെ പിറന്നാൾ ദിവസം വരുമ്പോഴേക്കും ആ നടനുമായി ബന്ധപ്പെട്ടുള്ള അപ്കമിങ് പ്രോജക്ട്സിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റുകൾ പുറത്തുവിടാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന പിറന്നാൾ ദിനങ്ങൾ, ഇപ്പോൾ നിവിൻ്റെ ആയാലും പൃഥ്വിരാജിൻ്റെ ആയാലും ഇവരുടെയൊക്കെ പിറന്നാളുകൾക്കൊക്കെ അനുബന്ധിച്ച് അവർ ചെയ്യാൻ പോകുന്ന പുതിയ സിനിമകളുടെ അപ്ഡേറ്റുകളൊക്കെ പുറത്തു വരാറുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ദിലീപിൻ്റെ പിറന്നാൾ ഉണ്ടായത്. ബബ്ബ എന്ന അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് ഒഴിച്ച് മറ്റൊരു ചിത്രങ്ങളുടെയും അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം ദിലീപ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമ എന്താണ്, ഏതാണ് എന്ന് പോലും കൃത്യമായിട്ട് അറിയില്ല എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു സാധാരണ സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു പിറന്നാൾ ദിനമൊക്കെ വരുമ്പോൾ അത് ആഘോഷമാക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ, ഇതുപോലുള്ള പല സിനിമകളുടെ അപ്ഡേറ്റ് വെച്ചിട്ടാണ്. പക്ഷേ അങ്ങനെ നിൽക്കുന്നതായിരുന്നില്ല ദിലീപിൻ്റെ ഇത്തവണത്തെ പിറന്നാൾ. കഴിഞ്ഞ പിറന്നാൾ ദിനങ്ങളിലൊക്കെ തന്നെ അങ്ങനെയുള്ള ചില സിനിമകളുടെ അപ്ഡേറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതില്ലാത്ത ഒരു പിറന്നാൾ ദിനം ഒരു മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പ് ടയറിൽ നിൽക്കുന്ന ഒരു നായക നടൻ ഉണ്ടാകുക എന്ന് പറയുന്നത് വിഷമകരമായ ഒരു കാര്യം തന്നെയാണെന്നത് ആദ്യമേ എടുത്തു പറയട്ടെ. പക്ഷേ ആ ഗ്രാഫ് മാറ്റി നിൽക്കാനുള്ള ഒരു സാധ്യതയായിട്ട് ബബ്ബ ഉണ്ടാകുന്നു എന്നുള്ള കാര്യത്തിലും ഒരു തർക്കമൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതിന് മുന്നേ വന്നുള്ള അപ്ഡേറ്റുകൾ, ടീസറുകൾ, ലാലേട്ടൻ ഈ പ്രോജക്റ്റിൽ ഇന്നാവുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പല കാര്യങ്ങളും ഈ സിനിമയെ വല്ലാത്ത രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, വല്ലാത്ത രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദിലീപിന് ഈ സിനിമ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ദിലീപ് ഈ കഴിഞ്ഞ ദിവസം വന്ന ഈ ഒരു ഗ്ലിംസ് വീഡിയോയിൽ പറയുന്ന ഒരു വാചകമുണ്ട്, ഇന്ത വാട്ടി മിസ്സാവാത് എന്നുള്ളതാണ്. മിസ്സാവാത് എന്നുള്ളത് ദിലീപിൻ്റെ ശരിക്കും പറയുകയാണെങ്കിൽ ജീവിതത്തിൽ നിന്ന് പറയുന്ന ഒരു ഡയലോഗാണ്. ഇന്ത വാട്ടി മിസ്സാവാത്, മിസ്സായി കഴിഞ്ഞാൽ അത് പണിയാണ്. അത് ദിലീപ് എന്ന നടൻ്റെ ഗ്രാഫിന് തന്നെ വലിയ പണി കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് മേൽ അത്രമേൽ കോൺഫിഡൻസോടുകൂടി, അത്രമേൽ വിശ്വാസത്തോടുകൂടി ലാലേട്ടനെ തന്നെ ഹോപ്പിംഗ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നത്. ദിലീപ് എന്ന നടനും വ്യവസായിയും ഒക്കെ മലയാള സിനിമ മേഖലയിൽ ഉണ്ടാക്കിയെടുത്ത ഓളങ്ങൾ നമുക്കറിയാം. 2008 2020 പോലൊരു സിനിമ മൗണ്ട് ചെയ്തെടുക്കാൻ അന്ന് ദിലീപിന് മാത്രമേ കഴിയുകയുണ്ടായിരുന്നുള്ളൂ എന്ന് പല നടന്മാരും പറഞ്ഞൊക്കെ നമുക്കറിയാം. അതൊക്കെ നമുക്ക് ചരിത്രം. പക്ഷേ ഇന്ന് കാര്യങ്ങളിലേക്ക് എത്തി വരുമ്പോഴേക്കും ദിലീപ് എന്ന ആക്ടർ, ദിലീപ് എന്ന പ്രൊഡ്യൂസർ, ദിലീപ് എന്ന ഡിസ്ട്രിബ്യൂട്ടർ, ദിലീപ് എന്ന തിയേറ്റർ ഉടമ, ദിലീപ് എന്ന ബിസിനസ്മാൻ, ഇതെല്ലാം തന്നെ ഒരു ഇൻഡസ്ട്രിയെ തന്നെ എങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറണമെങ്കിൽ അത് ബബ്ബയുടെ വിജയം വളരെയധികം അനുകൂലമായിട്ട് മാറിയേ പറ്റുകയുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസം ഈ ടീസറിൽ തന്നെ ഇയാൾ എങ്ങനെ തളയ്ക്കാൻ പറ്റും, അത് പറ്റില്ല എന്നൊക്കെ വിനീത് ശ്രീനിവാസൻ്റെ ആ ഒരു സംഭാഷണമൊക്കെ നമ്മൾ കേട്ടതാണ്. ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സായിട്ട് ഫഹീം സഫറും നൂറിൻ ഷെരീഫും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഈ ദിലീപ് ആരാധകരായതുകൊണ്ട് തന്നെ പല പല സിനിമകളുടെ റെഫറൻസുകൾ വെച്ചിട്ട് ഈ സിനിമയിൽ കളിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ടീസറിൻ്റെ അവസാനം അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ എന്ന് മോഹൻലാലിൻ്റെ വോയിസ് ഓവറും കൂടി വരുന്നതോടുകൂടി ഇതിന് വലിയൊരു ഗ്ലാമർ വരുന്നുണ്ട്. കാരണം ലാലേട്ടൻ എന്താണ് ഈ സിനിമയിൽ, എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് എത്താൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ധാരണയും ഇല്ലാതെ നിൽക്കുന്നൊരു അവസ്ഥയാണ്. അവിടെയാണ് വോയിസ് ഓവറിൽ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ ചെറിയൊരു ഹിൻഡ് തരുന്നത് നമുക്ക്. അതും ആ ടോണിൽ ചെറിയ വ്യത്യാസമുണ്ട്. അത് വെള്ളമടിച്ചിട്ട് സംസാരിക്കുന്നത് പോലൊരു ടോണിലൊക്കെയാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മദ്യപാനിയായ ലാലേട്ടനെ സ്ക്രീനിൽ കൊണ്ടുവരാനാണോ ശ്രമം എന്ന് തുടങ്ങിയ ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. കാരണം നമുക്ക് ലാലേട്ടൻ മദ്യപിക്കുമ്പോഴുള്ള സിനിമകളിലുള്ള രംഗങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ ഹലോ പോലൊരു സിനിമ ഐറ്റമാണ്, അതൊരു കൾട്ട് പടമാണ്. ഒരു ലാലേട്ടൻ്റെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു അഴിഞ്ഞാട്ട പടമാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെയൊക്കെ സിനിമകൾ ലാലേട്ടൻ ഈ വെള്ളമടിച്ചുകൊണ്ട് അഭിനയിക്കുന്ന രംഗങ്ങളൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. അങ്ങനെയുള്ള ലാലേട്ടനെ പ്രസൻറ്റ് ചെയ്യാനാണോ ധനഞ്ജയും കൂട്ടരും നിൽക്കുക എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷേ ഗോകുലത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമായ ഒരു പ്രോജക്റ്റ് തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഗോകുലമാവട്ടെ ഹാട്രിക് ഓഫ് വിജയങ്ങളാണ്. വിജയങ്ങൾക്ക് പിന്നാലെ വിജയങ്ങളുമായിട്ടാണ് ഗോകുലം അവരുടെ പ്രൊഡക്ഷൻ കമ്പനി ഇപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബബ്ബയിലുള്ള പ്രതീക്ഷകളും വളരെയധികം ഹൈ ആണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ എല്ലാത്തിനേക്കാളുപരി ദിലീപ് എന്ന നടന് ഇത് ജീവൻ മരണ പോരാട്ടം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് ഗോൾഡ് സ്ട്രൈക്ക് ചെയ്യാനുള്ള എല്ലാ രീതിയിലുമുള്ള സംഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന രീതിയിൽ റിലീസിന് മുമ്പേ തന്നെ കൃത്യമായ ഹൈപ്പ് പുലർത്തിക്കൊണ്ട് അതിൻ്റെ അണിയർ പ്രവർത്തകർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അതായത് ക്രിസ്മസ് റിലീസായിട്ടാണ് ചിത്രം എത്തുന്നത്. ഡിസംബർ 18 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും ചെയ്യും. ഈ സിനിമയുടെ സ്വീകാര്യത അനുസരിച്ചിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും തന്നെ ഇല്ല. കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം ദിലീപ് ചിത്രങ്ങളുടെ ഏതെങ്കിലും ഒരു പടത്തിൻ്റെ അപ്ഡേറ്റെങ്കിലും വന്നേനെ. ബബ്ബ ഒഴിച്ചുള്ള വേറെ ഒരു സിനിമകളുടെ അപ്ഡേറ്റും കഴിഞ്ഞ ദിവസം വന്നിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നോട്ട് ചെയ്യേണ്ടതാണ്. കാരണം പല താരങ്ങൾക്കും അവർ ചെയ്യാൻ പോകുന്ന സിനിമകളുടെ അപ്ഡേറ്റുകളുടെ ഘോഷയാത്ര അവരുടെ പിറന്നാൾ ദിനത്തിൽ സംഭവിക്കാറുണ്ട്. അത് ഇല്ലാതെയാണ് ഒരു ദിലീപിൻ്റെ പിറന്നാൾ ദിനം
കടന്നുപോയത് എന്നുള്ളതും കൂടി എടുത്ത് സൂചിപ്പിക്കുക. ആ ഒരു കേസുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിൽ, നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള പശ്ചാത്തലം, കൂട്ടത്തിൽ ദിലീപ് സിനിമകളുടെ തുടർച്ചയായ പരാജയങ്ങൾ, ഇതെല്ലാം നിൽക്കുന്നൊരു പശ്ചാത്തലത്തിലായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ മാറിയിരിക്കുന്നത്. പക്ഷേ ഒരു വെള്ളിയാഴ്ച മതി കാര്യങ്ങളൊക്കെ മാറി മറിയാനെന്ന് പറയുന്നത് പോലെ ദിലീപിൻ്റെ വെള്ളിയാഴ്ചയാവട്ടെ, ആ ഒരു ഡിസംബർ 18 എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ ദിവസം അങ്ങനെയായിട്ട് മാറുമോ, അത് ഇൻഡസ്ട്രിക്ക് പുതിയ രീതിയിലേക്ക് ഒരു ഉണർവ് നൽകുമോ എന്നത് സംബന്ധിച്ചൊക്കെ വലിയ രീതിയിൽ ചർച്ചകൾ നിൽക്കുകയാണ്. 2025 മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം നിർണായകമായിരുന്നു, എത്രമാത്രം ഗംഭീര വിജയമായിരുന്നു, അതിൻ്റെ തുടർച്ചയെന്നോണം വീണ്ടും ആ വർഷം അവസാനിക്കുന്നതിൽ ലാലൻ്റെ ഏറ്റവും ഒടുവിൽ റിലീസാവാൻ പോകുന്ന സിനിമ ബബ്ബബ്ബ ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഡിസംബർ 18 ശേഷം ഡിസംബർ 31 ഇടയിൽ വരെ ലാലൻ്റെ വേറെ സിനിമകളൊന്നും റിലീസ് ചെയ്യാനുമില്ല. അപ്പോൾ ഈ വർഷം അവസാനിക്കുന്നത് ബബ്ബബ്ബയിലാണ്. അതും തർക്കമില്ലാത്തൊരു കാര്യം തന്നെയാണ്. അപ്പോൾ തുടങ്ങിയ എമ്പുരാനിൽ നിന്നാണെങ്കിൽ ഒടുക്കം ബബ്ബബ്ബയിലാണെങ്കിൽ ആ ഒരു വർഷം എങ്ങനെയായിരിക്കും 2025 ലാലേട്ടൻ്റെ ഒരു കംപ്ലീറ്റ് 100% വിക്ടോറിയസ് വർഷമാകുമോ എന്നുള്ളതൊക്കെ അറിയേണ്ടതാണ്. ഇതിനിടയിൽ വൃഷഭ എന്ന് പറയുന്ന സിനിമയും കൂടി റിലീസിനെത്തുന്നുണ്ട്. ആകെ മൊത്തത്തിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമായ ഒരു സിനിമ തന്നെയാണ്. ഒരു കാലത്ത് ടയർ 1 ഉണ്ടായിരുന്ന നായക നടൻ ഇടയ്ക്ക് എപ്പോഴൊക്കെയോ അപ്രത്യക്ഷമായി പല സിനിമകളും തിരഞ്ഞെടുത്തത് പരാജയപ്പെട്ടു പോയി എന്നുള്ള രീതിയിലൊക്കെ ഗ്രാഫുകൾ മാറുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 8 വർഷത്തെ സ്പാനിൽ, ഇപ്പോൾ 2017 തൊട്ട് 25 വരെ എടുത്ത് നോക്കുകയാണെങ്കിൽ പല സിനിമകളും വളരെ പ്രോമിസിംഗ് ആയിട്ട് വന്നിട്ട് പിന്നീട് ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ വിജയമാവാതെ പോയി. ഇപ്പോൾ കമ്മാര സംഭവം പോലൊരു സിനിമ എനിക്ക് വളരെ പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. പക്ഷേ അത് തിയേറ്ററിൽ വർക്കായില്ല. പിന്നീട് അതിന് OTT-യിലൊക്കെ വന്നതിന് ശേഷമാണ് ഇന്ന് കാണുന്ന ആ ഒരു കമ്മാര സംഭവം എന്ന് പറയുന്ന സിനിമ എന്തുകൊണ്ട് തിയേറ്ററിൽ പരാജയമായി എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നത്. ബട്ട് ഇറ്റ് വാസ് എ വെൽ ക്രാഫ്റ്റഡ് ഫിലിം. അത് പരാജയപ്പെടേണ്ട സിനിമയല്ലായിരുന്നു എന്ന് ഞാൻ ഇന്നും ആവർത്തിക്കുന്നു, അന്നും ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി നിൽക്കുന്ന സമയത്ത് കമ്മാര സംഭവം വിജയമാകേണ്ട സിനിമയായിരുന്നു എന്നുള്ള ചർച്ചകളൊക്കെ വരുന്ന സമയത്ത് അതിന് ഏറ്റവും മുമ്പന്തിയിൽ നിന്നൊരു വ്യക്തി കൂടിയായിരുന്നു ഞാൻ. പക്ഷേ അന്ന് ആ സിനിമയ്ക്ക് വലിയ രീതിയിൽ വിജയമാകാൻ സാധിച്ചില്ല എന്നുള്ളത് പറയേണ്ടി വരും. പക്ഷേ പിന്നാലെ വന്ന പല സിനിമകൾക്കും ദിലീപിന് കൃത്യമായ രീതിയിൽ ആ മീറ്റർ പിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത്. വോയിസ് ഓഫ് സത്യനാഥനും പ്രിൻസ് ആൻഡ് ഫാമിലി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് അദ്ദേഹത്തിന് ഒരു വിജയപരമായൊരു രീതിയിലേക്ക് കഴിഞ്ഞ ഒരു 8 വർഷത്തെ കാലയളവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സിനിമ. ആഫ്റ്റർ രാമലീല ഉറപ്പായിട്ടും ഒരു വലിയ വിജയം തന്നെയായിരുന്നു. അതിനുശേഷം ഉണ്ടാക്കാൻ കഴിഞ്ഞ വിജയങ്ങളിൽ 2 നിൽക്കുന്ന സിനിമകൾ ഇത് തന്നെയാണ്. പക്ഷേ ബാക്കി വന്ന സിനിമകൾ പലതും അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ സിനിമകൾക്ക് അങ്ങോട്ട് എന്താ പറയുക, ഒന്ന് ഹിറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അത് മാറ്റി തെളിയിക്കാൻ, അതായത് പ്രിൻസ് ആൻഡ് ഫാമിലി ഉണ്ടാക്കിയ ഒരു ഫാമിലി ഓളത്തെക്കാൾ ഉപരി ഒരു വലിയ തരംഗമാക്കി മാറ്റാനും കുറച്ചുകൂടി അൾട്രാ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് വരുത്താനും ഏറ്റവും നിർണായകമായി മാറേണ്ട ഒരു സിനിമയും കൂടിയാണ് ബബ്ബബ്ബ. അതിന് വേണ്ടിയിട്ടുള്ള കാസ്റ്റ് കൃത്യമായിട്ട് തന്നെ സിനിമാ പ്രവർത്തകർ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഹൈപ്പും കൃത്യം അളവിൽ തന്നെയാണ് നിലവിലിരിക്കുന്നത്. ഇനി ഏകദേശം 2 മാസത്തിനടുപ്പിച്ച് തന്നെ ഈ സിനിമ റിലീസിനും എത്തുകയും ചെയ്യും. അപ്പോൾ അത്രമാത്രം സാഹചര്യത്തിൽ വളരെ വലിയൊരു പ്രഷർ സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു നായക നടന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സിനിമ കൂടിയാണ് ബബ്ബബ്ബ. അത് ജാക്ക്പോട്ട് അടിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.